രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു വാർ ഡിക്ലറേഷൻ ഉണ്ടാകും. ആ ഡിക്ലറേഷന് ശേഷം രണ്ട് ആർമിയും ബോർഡറിലോ അല്ലെങ്കിൽ യുദ്ധ മുന്നണിയിലുണ്ടാകും. അങ്ങനെയൊക്കെയായിരുന്നു കൺവെൻഷണൽ വാറിൽ ഉണ്ടാവുക. പാകിസ്ഥാൻ ആർമിയും ISI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അതിൻ്റെ ഒരു ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ തിക്കല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലർഡാണ്. അപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ISIയുടെ ചീഫാണ് പിന്നെ ആർമിയുടെ ചീഫായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ആർമിയുടെ ചീഫ് നേരത്തെ പാകിസ്ഥാൻ ISIയുടെ ചീഫായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻ്റലിജൻസ് സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് പഹൽഗാം പോലെ ഒരു അറ്റാക്ക് നടക്കാനുണ്ടായ കാരണം എന്താണ്? ഈ ജൂത ആരാധനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനം ഉണ്ടാകുന്നു. ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഇൻപുട്ട് കിട്ടും. ഇവരിതെല്ലാം സ്ഥലത്തും കൺസേൺ സ്റ്റേറ്റ്, ഈവൻ അതിലൊന്ന് കൊച്ചിയാണ്. കോയമ്പത്തൂർ ബ്ലാസ്റ്റിൻ്റെ പിന്നിൽ അല്ലുമ എന്ന് പറഞ്ഞൊരു സംഘടന, അത് അവരെല്ലാം ഇപ്പോൾ ജയിലിൽ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ മരിച്ച ഒരു SA ഭാഷ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി കമ്മ്യൂണിസ്റ്റ് ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ഈ 2026 മാർച്ച് ആകുമ്പോഴേക്കും മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് വാനിഷ് ആവും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അവർ എലിമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് PP ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹം കേരള പോലീസിൽ നിന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ടായി റിട്ടയർഡ് ചെയ്തു. ഇപ്പോൾ കേരള പോലീസ് അക്കാഡമിയിൽ ഫാക്കൽറ്റിയാണ്. ഇന്റേണൽ സെക്യൂരിറ്റി വിദഗ്ധൻ കൂടിയായ അദ്ദേഹം GEC IASന്റെ ഫാക്കൽറ്റി കൂടെയാണ്. നമസ്കാരം സർ. സർ, പഹൽഗാം ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ദൈനംദിനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായി സാറോട് ചോദിച്ച് വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഈ ഡീപ് സ്റ്റേറ്റ് അറ്റാക്കിൽ ഇൻവോൾവ് അല്ലേ? സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിന് ശേഷം ഇപ്പം പിറ്റേ ദിവസം തന്നെ TRF എന്നൊരു സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. TRF എന്ന് പറയുന്നത് ദി റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്രോക്സിയാണ്. ആരുടെ പ്രോക്സിയാണെന്ന് ചോദിക്കുമ്പോൾ ലഷ്കർ-ഇ-തയ്യബയുടെ പ്രോക്സിയാണ്. അപ്പോൾ ലഷ്കർ-ഇ-തയ്യബ പാകിസ്ഥാനിൻ്റെ ISIയുടെ കൺട്രോളിൽ ഉള്ള അവിടുത്തെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഈ പഹൽഗാം മാത്രമല്ല, പഹൽഗാമിന് ഈ പ്രാവശ്യം പഹൽഗാം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സിവിലിയൻസിനെയാണ്. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു അവരുടെ സ്റ്റൈൽ ഓഫ് ടെററിസത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സിവിലിയൻസിനെ സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയും. ഈ സോഫ്റ്റ് ടാർഗറ്റിനെയാണ് അവർ പഹൽഗാമിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം നമുക്ക് റിയാസി അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. റിയാസിയിലും സംഭവിച്ചിരിക്കുന്നത് സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവറെ ഷൂട്ട് ചെയ്തു. ആ ഡ്രൈവർ ആ ബസ് മറിഞ്ഞതിന് ശേഷം 8-9 ആളുകൾ മരിച്ചു. അപ്പോൾ ഈ റിയാസിയും പഹൽഗാമിലും നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് കാണാൻ സാധിക്കും. ഈ അതിനു മുമ്പ് നടന്ന ചില പ്രൊമിനൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഇപ്പോൾ നമുക്ക് അറിയാം. പുൽവാമക്ക് മുമ്പ് ഉറിക്കും പുൽവാമയ്ക്കും നമുക്ക് ഉറിയിൽ സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് ബാലാക്കോട്ട് എയർ സ്ട്രൈക്കും നടന്നു. അതിന് കുറച്ചുകൂടി നമ്മൾ പുറകോട്ട് പോകുകയാണെങ്കിൽ പത്താൻകോട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പത്താൻകോട്ട് അതൊരു എയർ ബേസ് ആയിരുന്നു. അപ്പോൾ പത്താൻകോട്ട് എയർ ബേസ് അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാൻ്റെ വേറൊരു അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായ ജെയ്ഷെ-മുഹമ്മദാണ്. അപ്പോൾ ഈ ജെയ്ഷെ-മുഹമ്മദും ലഷ്കർ-ഇ-തയ്യബയും പോലുള്ള സംഘടനകളുടെ ഒരു പുതിയ രൂപമാണ് ഈ TRF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TRF ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1965-ലും 1971-ലും 1999-ലും ഒരു ഫുൾ ഫ്ലഡ്ജ് വാറായിട്ടില്ല എങ്കിലും ആ കാർഗിൽ വാർ നടന്നിട്ടുണ്ട്. ഈ 3 യുദ്ധങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 യുദ്ധങ്ങളും അതിനു മുമ്പുണ്ടായിരുന്ന കാശ്മീർ ഇൻവേഷൻ്റെ സമയത്തും ഒക്കെ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടത് ഒരു കൺവെൻഷണൽ വാറിൽ ഇന്ത്യയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയെ എൻഗേജ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും അവർ പരാജയപ്പെടും. ഈ 3 യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് അവരൊരു നിഴൽ യുദ്ധത്തിൻ്റെ ഒരു പോളിസി എടുത്തത്. നിഴൽ യുദ്ധം എന്ന് പറഞ്ഞത് നമ്മളതിന് പൊതുവെ പറയുന്നത് അസിമെട്രിക്കൽ പ്രോക്സി വാർ എന്ന് പറയും. അസിമെട്രിക്കൽ പ്രോക്സി വാർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു വാർ ഡിക്ലറേഷൻ ഉണ്ടാകും. ആ ഡിക്ലറേഷന് ശേഷം രണ്ട് ആർമിയും ബോർഡറിലോ അല്ലെങ്കിൽ യുദ്ധ മുന്നണിയിലുണ്ടാവും. അതിനൊരു നിയമങ്ങളൊക്കെ ഉണ്ട്. ജനീവ കൺവെൻഷൻ്റെ ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് അത് മുഴുവനായിട്ട് പാലിക്കപ്പെടില്ല എങ്കിലും അങ്ങനെയൊക്കെയായിരുന്നു കൺവെൻഷണൽ വാറിലുണ്ടാവുക. ഈ കൺവെൻഷണൽ വാറിൽ നിന്ന് മാറിയിട്ടാണ് അവർ അസിമെട്രിക്കൽ പ്രോക്സി വാറിൻ്റെ ഒരു ഇതിലേക്ക് എത്തുന്നത്. അസിമെട്രിക്കൽ പ്രോക്സി വാറിനെ അവർ ഉപയോഗിക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 സംഘടനകളാണ്, 3 ഓർഗനൈസേഷൻസാണ്. അത് ഒന്ന് ജെയ്ഷെ മുഹമ്മദാണ്, മസൂദ് അസർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ഹെഡ്.
രണ്ടാമത്തത് ഈ ലഷ്കർ എ തൈബയാണ്. ഹാഫിസ് സെയ്ദ്. പിന്നെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ. ഹിസ്ബുൾ മുജാഹിദ്ദീൻ പൂർണ്ണമായിട്ടും കാശ്മീരിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, കാശ്മീരിൽ തന്നെയുള്ള വ്യക്തികൾ അതിൻ്റെ അകത്തുണ്ട്, പുറമെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ 3 ഓർഗനൈസേഷനും പാകിസ്ഥാൻ്റെ പ്രോക്സീസാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ പ്രോക്സി എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി പാകിസ്ഥാൻ ആർമിയുടെ പ്രോക്സിയാണ്. അപ്പോൾ പാകിസ്ഥാനും എന്ന രാജ്യവും പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ്റെ ആർമിയുടെ തന്നെ ഒരു വിഭാഗമായ ISIയും, ഈ 3 ഓർഗനൈസേഷൻ അല്ലെങ്കിൽ 3 എൻറ്റിറ്റീസ് ഇതിൽ ഇൻവോൾവാണ്. ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അവർ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല. നിഴൽ യുദ്ധം എന്ന് പറയുന്ന അസിമെട്രിക്കൽ പ്രോക്സി വാറിലാണ് അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഈ അസിമെട്രിക്കൽ പ്രോക്സി വാറിൻ്റെ ഒരു പ്രശ്നം, ടാർഗറ്റ് അവർക്ക് ഫിക്സ് ചെയ്യാം, സമയം അവർക്ക് ഫിക്സ് ചെയ്യാം, ഡേറ്റ് അവർക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു അപ്പർ ഹാൻഡ്സ് അവർക്കുണ്ട്. ഇപ്പം നമുക്ക് സദാസമയവും ജാഗ്രതയായി നിൽക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഹൽഗാം ഇൻസിഡൻറ്റിന് ശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ NIA ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ചിലതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യം ഇതിൽ 2 ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് പാകിസ്ഥാൻ ആർമിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും പഹൽഗാം ഓപ്പറേഷനിൽ പാകിസ്ഥാന് പങ്കുണ്ട്. ഈ പാകിസ്ഥാൻ എന്ന രാജ്യം, അപ്പോൾ പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടം ഇതിന് എത്രത്തോളം അറിയാമെന്ന് നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ ആർമിക്ക് തീർച്ചയായിട്ടും ഒന്നറിയാം. പാകിസ്ഥാൻ ആർമിയുടെ കൺട്രോൾ, പാകിസ്ഥാൻ ആർമിയും ISI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ തിക്കല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലർഡാണ്. അപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ISIയുടെ ചീഫാണ് പിന്നെ ആർമിയുടെ ചീഫായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ആർമിയുടെ ചീഫ് നേരത്തെ പാകിസ്ഥാൻ ആർമി ISIയുടെ ചീഫായിരുന്നു. അപ്പോൾ അവർ പോറ്റി വളർത്തുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഹാഫിസ് സെയ്ദും മൗലാന മസൂദ് അസറും പിന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ സയ്യിദ് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ആളുകളൊക്കെ അവരാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നടന്ന, കാശ്മീരിലും ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലും നടന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ വലിയ തരത്തിലുള്ള, അതായത് ഈ രീതിയിലുള്ള ഓപ്പറേഷൻ്റെ ഒക്കെ പിന്നിൽ ഇവരാണെന്നതിന് നമുക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2008 നടന്ന മുംബൈ അറ്റാക്കിൽ അത് വളരെ സ്പഷ്ടമാണ്. ഒരാൾ നമുക്ക് അജ്മൽ അമീർ കസബിനെ നമുക്ക് ജീവനോട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അയാളുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ടുണ്ട്. അവരുടെ ഇൻട്രൊഡക്ഷൻ റിപ്പോർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്കിപ്പോൾ അവൈലബിളാണ്. ഈ സാക്കിയുർ റഹ്മാൻ ലഖ്വി എന്ന് പറയുന്ന ലഷ്കർ എ തൈബയുടെ പിന്നെ സെക്കൻഡ് ചീഫാണ്, അതായത് ഡെപ്യൂട്ടി ചീഫാണ്. ഈ സാക്കിയുർ റഹ്മാൻ ലഖ്വി ഇവർക്ക് മുസാഫറാബാദിലെയും അസീസാബാദിലെയും 2 ടെററിസ്റ്റ് ക്യാമ്പുകളിൽ വന്നിട്ട് നേരിട്ട് ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ടെന്ന് കസബിൻ്റെ മൊഴിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഡോസിയർ കൈമാറുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം എവിഡൻസ് കിട്ടിയെന്ന് അവർക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. ഇപ്പോൾ TRFൻ്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരെടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നതിന് ശേഷം പാകിസ്ഥാൻ അല്പം ഒരു ഡൈവേഴ്സീവ് ടാക്ടിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസി തന്നെ അങ്ങനെ ഒരു ഞങ്ങളുടെ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ ഈ മുംബൈ അറ്റാക്കിൻ്റെ ആ ക്രോണോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ ടാക്ടിക്സ് അവർ അവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം അവർ പറഞ്ഞു ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ തെളിവൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയും ഈ തെളിവ് പോരാ, ഇനിയും തെളിവ് വേണം. ഇതാണ് അവരുടെ ഒരു ടാക്ടിക്സ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളമോ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമോ നമ്മുടെ മറ്റ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിക്കൊക്കെ ഒരു സംശയവുമില്ല പഹൽഗാം അറ്റാക്കിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണെന്ന്. മാത്രമല്ല ഈ TRF പോലുള്ള പേരുകൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അത് 30-40 രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യമാണ്. അവർ ഈ എക്കണോമിക് സാങ്ഷൻ പോലുള്ള പല സംഗതികളും ഈ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം അവരുടെ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലഷ്കർ എ തൈബ എന്ന് പറയില്ല, പകരം പല ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് റെസിസ്റ്റൻ്റ് ഫണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന ഒരു പേര്, ഈ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, ഇതൊക്കെ കണക്ഷനുണ്ട്. അതെ, ഹമാസിലെ അതായത് മുസ്ലിം ബ്രദർഹുഡ് പിന്നെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട പല ഓപ്പറേഷനുകളിലും ഈ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ ഇപ്പോഴും. അപ്പോൾ കാശ്മീരിൽ അവർ നെറേറ്റീവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലെ നെറേറ്റീവ് എന്താണെന്ന്, ഇപ്പോൾ കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും
വളരെയധികം സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം അവർ അബ്രോഗേറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ ഇലക്ഷൻ നടന്നു. അവിടെ ഇപ്പോൾ ഇലക്ടഡ് ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. ടൂറിസമൊക്കെ പഴയ പോലെ തന്നെ വന്നു. 2.something crore ആളുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു 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 കൾമിനേഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴ് കാശ്മീരിലെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല. അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അറ്റാക്ക്? കാശ്മീരിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് ഇങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ കാശ്മീർ ഇങ്ങനെ ഒരു ഫ്ലറിഷ് ചെയ്ത് വരുന്നത് തടയാൻ എന്നുള്ള ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും പാകിസ്ഥാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് ലീഡ് ചെയ്യുന്ന സജസ്റ്റീവ് എവിഡൻസ് കിട്ടിയത് ഒക്കെ പാകിസ്ഥാനാണ് ഈ പഹൽഗാം അറ്റാക്കിൻ്റെ പിന്നിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻ്റലിജൻസ് സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് പഹൽഗാം പോലെ ഒരു അറ്റാക്ക് നടക്കാനുണ്ടായ കാരണം എന്താണ്? അല്ലെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ചുരുക്കി പറയുകയാണെങ്കിൽ പഹൽഗാം അറ്റാക്കിൽ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടോ എന്നാണ് ചോദ്യം. അതെ, പൊതുവേ ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുമ്പോഴും ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഇൻ്റലിജൻസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ റിസോഴ്സസ് എന്താണ്, അവരുടെ വർക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നതിനെപ്പറ്റി സാധാരണ ആളുകൾക്ക് അത്ര ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം വരുന്നത്. ഒരു ഫുൾ പ്രൂഫ് ഇൻ്റലിജൻസ് സിസ്റ്റം യഥാർത്ഥത്തിൽ ഇല്ല. ഇപ്പോൾ ഈ അമേരിക്കൻ്റെ ഡിഫൻസ് സെക്രട്ടറി ഡൊണാൾഡ് റംസ്ഫീൽഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദി ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഓഫ് ദി 21st century ഈസ് ടു ഡിഫെൻഡ് അവർ നേഷൻ അഗൻസ്റ്റ് ദി അൺനോൺ, അൺസർട്ടൈൻ, അൺസീൻ, അൺഎക്സ്പെക്റ്റഡ്. ഇപ്പോൾ അൺസീൻ, അൺസർട്ടൈൻ, അൺഎക്സ്പെക്റ്റഡ്, അൺനോൺ, ഇങ്ങനെയുള്ള ഒരു ആര് എവിടെ എപ്പോഴും എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇതിന് ഉത്തരം പഹൽഗാം അറ്റാക്ക് മുൻകൂട്ടി കാണാനോ തടയാനോ നമ്മുടെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിക്ക് സാധിച്ചിട്ടില്ല എന്നത് ഒരു സത്യമാണ്. പക്ഷേ അതൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻ്റലിജൻസ് ഫെയിലിയറിൻ്റെ 2 ഇൻസ്റ്റൻസ് വ്യക്തമായ ഇൻസ്റ്റൻസ് നമ്മുടെ മുമ്പിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇൻ്റലിജൻസ് ഫെയിലിയറും ഇൻ്റലിജൻസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതിയിൽ ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2 എക്സാമ്പിൾ. 2010 ഇന്ത്യയിൽ 3-4 സ്ഥലങ്ങളിൽ ഈ ജൂത ആരാധനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനം ഉണ്ടാകുമെന്ന് നമുക്ക് ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഇൻപുട്ട് കിട്ടി. ഇവരിതെല്ലാ സ്ഥലത്തും കൊടുത്തു. കൺസേൺ സ്റ്റേറ്റ്, ഈവൻ അതിലൊന്ന് കൊച്ചിയാണ്. കൊച്ചിയിൽ ജൂതമാരുടെ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞത് പ്രകാരം ഒരു സ്ഥലത്ത് എക്സ്പ്ലോഷൻ നടന്നു. അതാണ് ജർമ്മൻ ബേക്കറി ബ്ലാസ്റ്റ് പൂനെയിലാണ് നടന്നത്. ഉണ്ടായിട്ട് തടയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? സാധിക്കാത്ത എന്താണ്? അത് തടയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇൻ്റലിജൻസ് ഫെയിലിയർ. ഇൻ്റലിജൻസ് അല്ല, ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ട്, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇത് നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടന്നപ്പോൾ ഈ ഇൻ്റലിജൻസ് ഇൻപുട്ട് പൂനെ സിറ്റി കമ്മീഷണർക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ആ സിസ്റ്റത്തിൽ എവിടെയല്ലോ ഫോൾട്ട് ലൈൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തതൊന്ന് 26/11 മുംബൈ അറ്റാക്ക്. കോസ്റ്റൽ ലൈനിൽ കൂടി ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തീരങ്ങളിൽ ഒരു അറ്റാക്ക് ഉണ്ടാവും എന്ന് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ നമ്മളവിടെ കോസ്റ്റൽ ലൈൻ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അതിനെ പറ്റിയിട്ട് അത് വലിയൊരു കഥയാണ്. അത് കൂടുതൽ നമുക്ക് ഇനിയുള്ളൊരു ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം. പക്ഷേ പൊതുവെ ഈ 2 സംഗതികളിലും ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു ആംഗിളിൽ നമുക്ക് സമ്മതിക്കേണ്ടി വരും. എന്നാൽ പഹൽഗാം അറ്റാക്കിലോ റിയാസി അറ്റാക്കിലോ ഒക്കെ പിന്നെ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പുൽവാമയിൽ ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ല, പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറിൽ ചില ഫെയിലിയർ ഉണ്ടായി എന്ന് ചില ആരോപണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമുക്കത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഇത് ഈ ഡൊണാൾഡ് റംസ്ഫീൽഡ് പറഞ്ഞതുപോലെ പിന്നെ ഈ പഹൽഗാമിൽ നമുക്കൊരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇതിൽ അമർനാഥ് യാത്ര തുടങ്ങുന്നത് ജൂണിലാണ്. അപ്പോൾ അമർനാഥ് യാത്രയുടെ പിന്നെ മുന്നോടിയായിട്ട് ഒരുപാട് ഇൻ്റലിജൻസ് ചെക്കിങ്ങും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യും ആ ഏരിയ. അത് സാധാരണ ജൂണിൽ മാത്രമേ ഈ ബൈസരൻ വാലി തുറന്നു കൊടുക്കാറുള്ളൂ. അതായത് നമുക്ക് ഇപ്പോൾ ഏപ്രിൽ 22 ഈ സംഭവം നടന്നത്. ഏപ്രിൽ 22 പഹൽഗാമിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പോവാം. പക്ഷേ പഹൽഗാമിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ള ഈ പറഞ്ഞ ബൈസരൻ വാലി എന്ന് പറയുന്ന ഇപ്പോൾ അറ്റാക്ക് ഉണ്ടായ സ്ഥലത്തേക്ക് തുറന്നു കൊടുക്കാറില്ല. ഇങ്ങനെ തുറന്നു കൊടുത്തത് 2 മാസം മുമ്പാണ്. ഇത് കൺസേൺഡ് സെക്യൂരിറ്റി ഏജൻസീസിനെയോ
അല്ലെങ്കിൽ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയോ അറിഞ്ഞില്ല എന്നൊരു ആരോപണമുണ്ട്. വ്യക്തമായിട്ട് അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല, അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ഒരു പരാജയം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 100% കുറ്റമറ്റ ഒരു ഇൻ്റലിജൻസ് സംവിധാനം ഇന്ത്യയിലല്ല, ഒരു രാജ്യത്തുമില്ല. ഇപ്പോൾ നമ്മുടെ ഹമാസിൻ്റെ ഒക്ടോബർ 7 അറ്റാക്ക് നമ്മൾ നോക്കൂ, എത്ര ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. എന്നിട്ടും അവർക്ക് എത്ര സമയമാണ് അവരുടെ 5-6 മണിക്കൂർ അവർ ബോർഡർ ക്രോസ് ചെയ്ത് വന്നു, ഒരുപാട് സംഗതികൾ ആളുകളെ കൊല ചെയ്തു, കുറേ ആളുകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ചുരുങ്ങിയത് 6 മണിക്കൂർ അവരുടെ ഫീൽഡിലുണ്ട്. ഇതെന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റില്ല? അപ്പോൾ ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ്, അൺനോൺ, അൺസീൻ ആൻഡ് അൺസെർട്ടൈൻ ആയിട്ടുള്ള ഇപ്പോൾ ഇൻ്റലിജൻസ് സംഗതി ഉണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നു, അവരവിടെ പോയി നോക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നില്ല. 2 പ്രാവശ്യം കിട്ടുന്നു, 3 പ്രാവശ്യം കിട്ടുന്നു, 4 പ്രാവശ്യം കിട്ടുന്നു. 5-ാമത്തെ പ്രാവശ്യം അല്പം ലാക്കഡൈസിക്കൽ ആറ്റിറ്റ്യൂഡ് വരും, ഇത് വെറുതെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോഴേ ആക്ഷനബിൾ ഇൻ്റലിജൻസ് ആയിരിക്കണം. ആക്ഷൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ടൈംലി ടോൾഡ് ആൻഡ് വെൽ ടോൾഡ് എന്ന് പറയും. ഇൻ്റലിജൻസ് അങ്ങനെയാണ്, കൃത്യമായ സമയത്ത് പറഞ്ഞിരിക്കണം, കൃത്യമായ നമുക്കൊരു ആക്ഷനബിൾ ആയിട്ട് പറഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ ഓൾ ഇൻഫർമേഷൻസ് ആർ നോട്ട് ഇൻ്റലിജൻസ് എന്ന് പറയും. പക്ഷേ ഒരു കുറ്റകൃത്യം തടയാൻ ഉള്ള സമയം നമുക്കുണ്ടാവണം, അതനുസരിച്ചിട്ടുള്ള ഒരു വിവരമായിരിക്കണം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു ഇൻഫർമേഷൻ പറയുന്നത് അങ്ങനെ ഇത് ഇൻ്റലിജൻസ് നമ്മൾ പൊതുവെ പറയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ പോരായ്മകൾ പൊതുവെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഒരു ലാമൻ്റെ ഒരു ഇതിൽ പറയുമ്പോൾ അവർ പറയും ഇത് ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയും. ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് പറയുമ്പോഴേ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയാൻ കഴിയില്ല. ഇത് ഇങ്ങനെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതേ അവസരത്തിൽ ജർമ്മൻ ബേക്കറി കേസിൽ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിട്ട് പോലും നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എടുത്തില്ല എന്നുള്ളത് പരാജയം തന്നെ. അതുപോലെ തന്നെ 26/11 മുംബൈ അറ്റാക്കിലും നമുക്ക് തടയാൻ പറ്റുമായിരുന്നു തടയാൻ. ശരിയായ രീതിയിൽ ഇവരെയൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയെ കോൺഫിഡൻസിൽ എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് തടയാൻ പറ്റുമായിരുന്നു. അതിനകത്ത് ഒരുപാട് തിയറീസ് ഉണ്ട്. അറിഞ്ഞിട്ടും നടക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് ചില ആളുകൾ അങ്ങനെ ഇത് നടക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഏതായാലും ഇപ്പോഴും അത്ര സിറ്റുവേഷൻ ഒന്നുമില്ല. കാശ്മീരിലൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കട്ടെ എന്ന് ഇപ്പം ആരും ചിന്തിക്കുന്നില്ല. കാശ്മീർ ജനത ചിന്തിക്കുന്നില്ല, കാശ്മീരിലെ ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ് ഒരു കാരണവശാലും ചിന്തിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫെയിലിയർ ഉണ്ട്. ഒരു അറ്റാക്ക് നടന്ന ഫെയിലിയർ തന്നെയാണ്. അതേ അവസരത്തിൽ അതിന് ഈ പറഞ്ഞ പോലെ ഒരു ആരോപണം നമ്മുടെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ മേലെ നമുക്ക് പൂർണ്ണതോതിൽ ഇൻ്റലിജൻസിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നാണ്. അതെ, പൂർണ്ണമായിട്ട് കഴിയില്ല. കാരണം അവരുടെ സംവിധാനം അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ലഷ്കർ ഇ തയ്യബയിൽ ഇൻഫർമേഷൻ തരുന്ന ഒരു മോൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് പറയില്ല. ഇപ്പം നിങ്ങളുടെ ഇൻ്റലിജൻസ് സംവിധാനം എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിലും അത് കാര്യകാരണ സഹിതം വിവരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോഴേ അത് ഈ സംവിധാനത്തിൽ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയറിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൊലാപ്സിലേക്ക് പോകും. അതുകൊണ്ട് ഒരു സ്പൈ ഭരിക്കുന്ന ഒരു സ്പൈ ആയിരിക്കും. അയാളുടെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യം അയാളുടെ ഈ എന്താ പറയുക ഈ കുഴിമാട്ടത്തിൽ അവസാനിക്കും. അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഇന്ത്യയിലെ ഒരു ടെററിസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സാറിനൊന്ന് പറയാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ടെററിസം ചരിത്രം നമ്മൾ കഴിഞ്ഞ ഒരു 30 വർഷത്തെ ചരിത്രം എടുക്കാം. ഒരുപാട് ചരിത്രമുണ്ട്, നമ്മൾ ഇതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് 80s ഖാലിസ്ഥാൻ വാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് 2 തരത്തിലുള്ള ആക്ഷൻ വന്നു. ഒന്ന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ സമയത്തുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറും. അത് ഏതാണ്ട് കണ്ടെയ്ൻ ചെയ്തതിന് ശേഷമാണ് 90s ഈ കാശ്മീർ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അവിടെ തുടങ്ങുന്നത് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ അവിടുന്ന് വലിയ എക്സോഡസ് ഉണ്ടായി, അവർക്കെതിരെ ആക്രമണം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ കാശ്മീരും എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിൽ വളരെ സ്പെക്ടാക്കുലറായിട്ട് നമുക്ക് പറയാവുന്നത് ഒന്ന് 1993 ഉണ്ടായിരുന്ന മുംബൈ ബ്ലാസ്റ്റാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒക്കെ പ്രതിയായിട്ടുള്ള മുംബൈ ബ്ലാസ്റ്റ്. അതിൽ 100-ൽ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു 150 എബോവ് 150 അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതെനിക്കറിയില്ല. പിന്നീട് നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ കോയമ്പത്തൂർ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 1998 ഫെബ്രുവരിയിൽ അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു. ആ കലാപത്തിന് ശേഷം ഫെബ്രുവരി 1998 ബ്ലാസ്റ്റ് ഉണ്ടായി. പല സ്ഥലങ്ങളിലും ബ്ലാസ്റ്റ് ഉണ്ടായി. 59 ആൾ അതിൽ കൊല്ലപ്പെട്ടു. പിന്നീട് നമുക്ക് മുംബൈ മെട്രോ ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ 7 ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ എക്സ്പ്ലോഷൻ ഉണ്ടായി.
അതിൽ 197 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം മാലേഗാവ്, സംഝോത എക്സ്പ്രസ്, അജ്മീർ ഷെരീഫ്, ഉത്തർപ്രദേശിലുള്ള രാംപൂർ CRPF ക്യാമ്പ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 26/11 പിന്നെ മുംബൈ അറ്റാക്ക്. അതുകൂടാതെ നോർത്ത് ഈസ്റ്റിൽ ആർമിക്കെതിരെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവേ ഇതിൻ്റെ ഒരു സ്പർട്ട് നമുക്ക് കാണാവുന്നത് 2006, 2007, 2008 കാലങ്ങളിലാണ്. 2008 ഏതാണ്ട് 2010 വരെ അത് നീണ്ടു നിന്നിട്ടുണ്ട് ഒരു വലിയ രീതിയിൽ. അപ്പോൾ ഇതിൽ കോയമ്പത്തൂർ ബ്ലാസ്റ്റിൻ്റെ പിന്നിൽ അല്ലുമ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. അത് അവരെല്ലാം ഇപ്പോൾ ജയിലിൽ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ മരിച്ച ഒരു SA ഭാഷ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവർക്കായിരുന്നു എൻ്റെ ലീഡേഴ്സ്. അപ്പോൾ ഈ അല്ലുമ എന്ന സംഘടന, അതിന് കേരള ചില കണക്ഷൻസ് ഉണ്ട്. മദനിയൊക്കെ പിന്നെ പേരിൽ കോയമ്പത്തൂർ ജയിലിൽ കിടന്നത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ മുംബൈയിലും അജ്മീറിലും ജയ്പൂരിലും ഡൽഹിയിലും ഹൈദരാബാദിലാണ് ഈ പിന്നെ ഈ മക്ക മസ്ജിദ് ഉണ്ടായത്. ഇതിലൊക്കെ ഒന്നുകിൽ ലഷ്കർ തൊയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് അക്യൂസ്ഡാണ്. അപ്പോൾ നമ്മൾ 26/11 ഫുൾ ലഷ്കർ തൊയ്ബയ്ക്കെതിരായിട്ട് ഒരുപാട് എവിഡൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിലാണ് ഞാൻ പറഞ്ഞത് ഈ അജ്മൽ കസബിൻ്റെ ഇൻട്രോഗേഷൻ റിപ്പോർട്ടിൽ അതിനകത്തുള്ള ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള സാക്കിർ റഹ്മാൻ ലഖ്വിയൊക്കെ അവരുടെയൊക്കെ പേരൊക്കെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ പിന്നെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചീഫുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. ഇവരെ അയച്ച ഇമെയിൽ, ഇവരുടെ മണി ട്രാൻസ്ഫർ, അതിൻ്റെയൊക്കെ ട്രെയിലിൽ നമ്മൾ അന്വേഷിച്ച് പോയ സമയത്ത് അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യയിലെ ടെററിസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് 80s സിഖ് കലാപം, അതിനുശേഷം 90s കാശ്മീർ, പിന്നെ മുംബൈ അറ്റാക്ക് വരെയുള്ളത്. അതുകൂടാതെ നമ്മളൊരു പറയാൻ വിട്ടുപോയൊരു കാര്യം ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാവോയിസ്റ്റുകളുടേതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 72 CRPക്കാർ കൊല്ലപ്പെട്ട ദന്തേവാദ അറ്റാക്കാണ്. അതിനുശേഷം തന്നെ ഒരു ബസ് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഒരു കോൺഗ്രസ് ലീഡറും കുറേ ആൾക്കാർ കൊല്ലപ്പെട്ട 40 ആളുകൾ കൊല്ലപ്പെട്ട വേറൊരു കാര്യമുണ്ട്, വേറൊരു എക്സ്പ്ലോഷൻ ഉണ്ട്. അപ്പോൾ ഈ നമുക്കൊരു ഈ റെഡ് കോറിഡോർ എന്ന് നമ്മൾ പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ നേപ്പാൾ മുതൽ നമ്മുടെ ഈ തമിഴ്നാട്, കേരള, മൈസൂർ, കർണാടക 3 സ്റ്റേറ്റുകൾ വരുന്ന ട്രൈ ജംഗ്ഷൻ, ഇപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട ഭാഗം ട്രൈ ജംഗ്ഷൻ വരെ നീളുന്ന ഒരു നമ്മൾ റെഡ് കോറിഡോർ എന്ന് പറയുന്നത്. ഈ റെഡ് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള പിന്നെ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടായിട്ടില്ല എങ്കിലും മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിലെ ഗാഡ്ചിരോളി, ദണ്ഡകാരണ്യ ഏരിയ, ബസ്തർ, ഒറീസയിലെ പല ഭാഗങ്ങൾ, ബീഹാർ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള നക്സൽ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ പിന്നെ ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ഈ ലഷ്കർ തൊയ്ബയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ പറയുന്നുണ്ടെങ്കിലും ഒരു 10-15 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറയുന്നത് മാവോയിസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പോഴും മാവോയിസ്റ്റ് ഒരു ഡിഫെൻസീവ് മൂഡിലാണ്. അപ്പോൾ അവരുടെ സ്വാധീന മേഖലകൾ വളരെ കുറഞ്ഞു. അത് നമുക്ക് വേറൊരു പിന്നെ ഒരു സബ്ജക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ പൊതുവേ അവരൊരു റിസീവിംഗ് എൻഡിലാണ് ഇപ്പോൾ മാവോയിസ്റ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ഈ 2026 മാർച്ച് ആകുമ്പോഴേക്കും മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് വാനിഷ് ആവും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അവരെ എലിമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും മാവോയിസ്റ്റുകളുടെ ഈ പീപ്പിൾ ലിബറേഷൻ ഗറില്ല ആർമി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഔട്ട്ഫിറ്റ് ഇല്ലാതാവുന്നല്ലാതെ ആ ആശയം ഇല്ലാതാവും എന്ന് പറയാൻ പറ്റില്ല. ആശയം നിലനിൽക്കും. ഇപ്പോൾ നമ്മുടെ അർബൻ നക്സൽസിൻ്റെ പോലുള്ള ആളുകൾ OGWs ഉണ്ട്, അവർക്കൊരു കുഴപ്പവും വരില്ല. അതുകൊണ്ട് വീണ്ടും അത് പിന്നെ ഉണ്ടായിക്കൂടാകുകയൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ മിലിറ്റൻ്റ് ഔട്ട്ഫിറ്റ്, അല്ല അതിന് നമ്മൾ അവർ പറയുന്ന PGL എന്ന്, പീപ്പിൾസ് ഗറില്ല ലിബറേഷൻ ആർമി, ആ പീപ്പിൾസ് ഗറില്ല ലിബറേഷൻ ആർമിയെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് അമിത്ഷാ പറഞ്ഞത് ഏതാണ്ട് നടക്കും. കാരണം അത് നടക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ അവരുടെ ദളങ്ങളൊക്കെ ഒന്നുമില്ല ഇപ്പോഴും. ഒന്നുകിൽ സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ അവർ ഈ സ്ഥലം വിട്ടുപോയി. അതാണിപ്പോൾ അവരുടെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടെററിസത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് 2 തിരിക്കാം. ഒന്ന് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവും, അല്ലെങ്കിൽ അതുപോലെ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള എക്സ്ട്രീമിസം. അങ്ങനെ 2 നമ്മൾ അതിനെ തരംതിരിക്കുന്നത്. അതാണ് അതിനൊരു ചരിത്രം എന്ന് നമ്മൾ പറയാൻ പറ്റും.